ചെല്ലാന്ന് മാത്രം. പക്ഷേ ഇംഗ്ലീഷിലും ഉറുദുവിലും അറബിയിലും ഒക്കെ പ്രസംഗിക്കാൻ കഴിയും വിധം, സ്പാനിഷിലും ഇൻഷാ അല്ലാഹ് എല്ലാ ഭാഷയിലും ഉണ്ടാവട്ടെ. എല്ലാ ഭാഷയിലും ദീനിൻ്റെ ഈ വെളിച്ചത്തെ പ്രസരിപ്പിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും സൗഭാഗ്യം തരട്ടെ. ആ നിലയിലെല്ലാം വളരാൻ, ഉത്തുംഗമായ ഈ പടവുകളെല്ലാം കയറാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദഅവത്ത് ദാറുൽ ഹുദ തുറന്ന പുതുവഴികൾ എന്ന വിഷയത്തിൽ സദസ്സിനോട് സംവദിക്കുന്നതിന് വേണ്ടി ദാറുൽ ഹുദ പുങ്കനൂർ ഓഫ് ക്യാമ്പസ് പ്രിൻസിപ്പൽ ഉസ്താദ് ഷറഫുദ്ദീൻ ഹുദവി ആനമങ്ങാടിനെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ആദരണീയരായ ഗുരുശ്രേഷ്ഠർ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് അവർകളെ, നമ്മയൊക്കെ വികാരം കൊള്ളിച്ചും ഇടക്കൊക്കെ കണ്ണ് നനയിപ്പിച്ചും നമ്മോട് സംസാരിച്ച ആദരണീയരായ ഓണംപള്ളി മുഹമ്മദ് ഫൈലി ഉസ്താദ് അവർകളെ, ഈ മഹത്തായ സംഗമത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സയ്യിദുമാരെ, പണ്ഡിതന്മാരെ, യുവസഹോദരന്മാരെ, ദാറുൽ ഹുദായുടെ ഗുണകാംക്ഷികളെ, ദീർഘമായ ഒരു പ്രസംഗം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദഅവത്ത് ദാറുൽ ഹുദ തുറന്നിട്ട വഴികൾ എന്ന വിഷയമാണ് എനിക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യമായി നൽകുന്ന പ്രോസ്പെക്ടസിൽ തന്നെ അതാരംഭിക്കുന്നത് ആഗോളതലത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് പ്രാപ്തരായ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാഡമി എന്നായിരുന്നു 1986 മുതൽ തന്നെ. ബഹാവുദ്ദീൻ ഉസ്താദ് വ്യക്തമാക്കിയതുപോലെ ലക്ഷ്യം ആദ്യം നിർണയിക്കുകയും പിന്നീട് അതിന് വഴികളുണ്ടാക്കുകയും ചെയ്യുക എന്ന രീതിയിലാണ് ദാറുൽ ഹുദ മുന്നോട്ട് പോയത്. കേരളത്തിന് മഹിതമായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ഈ സംസ്കാരം കേരളത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവുക എന്നത് ദാറുൽ ഹുദായുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. 1992 ഞാൻ ഓർത്തുപോവുകയാണ്. വന്ദ്യരായ ഷെയ്ഖുന സയ്യിദ് ഹൈദ്രോസ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, വന്ദ്യരായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, രണ്ടുപേരും ഒരു നബിദിനാഘോഷത്തിൻ്റെ വേദിയിൽ സംഗമിച്ചിരിക്കുകയാണ്. സ്വാഗത പ്രസംഗം നടത്തുകയാണ് വന്ദ്യരായ ഹൈദ്രോസ് ഉസ്താദ്. സദസ്സിലേക്ക് നോക്കി ഷെയ്ഖുന ചോദിച്ചു, എന്തിനാണ് ദാറുൽ ഹുദ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്കറിയുമോ? ഉത്തരം കാത്ത് സദസ്സ് അതുപോലെ ഇരുന്നപ്പോൾ വളരെ നിഷ്കളങ്കമായ ഭാഷയിൽ സയ്യിദ് ഹൈദ്രോസ് ഉസ്താദ് പറഞ്ഞു, ഈ ഇരിക്കുന്ന സൈനുദ്ദീൻ മുസ്ലിയാർ വലിയ പണ്ഡിതനാണ്, മുഫ്തിയാണ്, കോയമ്പത്തൂരിലേക്ക് എത്തിയാൽ മൂപ്പർക്ക് മുണ്ടാൻ കഴിയൂല എന്ന് പറഞ്ഞു. അവർ തമ്മിലുള്ള ആത്മാർത്ഥമായ ഒരു ബന്ധമാണത്. അങ്ങനെ പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം. കേരളത്തിൻ്റെ പുറത്ത് മുഫ്തിയായി ജീവിക്കാൻ, കേരളത്തിൻ്റെ പുറത്ത് പ്രഭാഷണം നടത്താൻ, കേരളത്തിൻ്റെ പുറത്ത് മദ്രസകൾ ഉണ്ടാക്കാൻ, കേരളത്തിൻ്റെ പുറത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആലിമീങ്ങളെ സൃഷ്ടിക്കാൻ ദാറുൽ ഹുദ 40 വർഷം മുമ്പ് തീരുമാനിച്ചു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പാരമ്പര്യത്തോട്, കേരളീയ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കാൻ. ആന്ധ്രയിലെ കുട്ടികൾ, ബംഗാളിലെയും ആസാമിലെയും കർണാടകയിലൊക്കെ വിദ്യാർത്ഥികൾ മജ്ലിസുന്നൂർ നടത്താറുണ്ട്. ദാഹമൗത്തത് കൂട്ടിടും
ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദ്രീങ്ങളാൽ തുണ റബ്ബന എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ആന്ധ്രയിലെ കുട്ടികൾ പറയും സക്കറാത്ത് മൗത്ത് മേ ആയേഗ ശൈത്താൻ പ്യാല ലായേഗ ബാബറക്കത്തെ അഹിലെ ബദർ കർത്തൂ ഹിമായത്ത് റബ്ബന എന്ന് ചൊല്ലും. അവർക്കറിയില്ലായിരുന്നു ബദരീങ്ങളെക്കുറിച്ച്, അവർക്കറിയില്ലായിരുന്നു മങ്കൂസ് മൗലിദിനെക്കുറിച്ച്. ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിൽ അബൂബക്കർ എന്നൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ഷാഫി മദ്ഹബുകാരനാണ്, പക്ഷെ അടിസ്ഥാന മതവിദ്യാഭ്യാസമൊന്നുമില്ല. പുങ്കനൂരിൽ വന്നാണ് അറബി പഠിച്ചത്. അവൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ പോയപ്പോൾ അവൻ്റെ ഉമ്മ പരാതി പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് കുനൂത്തറിയില്ല, ഹദ്ദാദും മൗലൂദൊക്കെ നല്ല ഉഷാറായിട്ട് ചെല്ലാനറിയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹനഫി മതം പ്രകാരമാണ് നമ്മളെ സ്ഥാപനം നടക്കുന്നത്, അതുകൊണ്ടാണ് അവർക്ക് കുനൂത്തറിയാത്തത്. എന്നാൽ ഈ കുട്ടികളെ ഹദ്ദാദ് ചൊല്ലി ശീലിപ്പിച്ചത്, മങ്കൂസ് മൗലിദ് ചൊല്ലി ശീലിപ്പിച്ചത് 100,000-ഓളം വരുന്ന വിദ്യാർത്ഥികളെ ഓരോ റബീഉൽ അവ്വൽ വരുമ്പോഴും മേരെ നബി കിസ് നടത്തി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് പരിശീലിപ്പിച്ചത് ദാറുൽ ഹുദായുടെ സന്തതികളാണ്. സമസ്തയുടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ കേരളത്തിൻ്റെ പുറത്ത് ദാറുൽ ഹുദ പ്രതിനിധീകരിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത്, കേരളത്തിലെ സുന്നി പ്രസ്ഥാനം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ലോക മുസ്ലിംകൾക്ക് നൽകിയ സമ്മാനമാണ് ദാറുൽ ഹുദ എന്ന് നമുക്ക് പറയാൻ പറ്റും. കർണാടകയിലെ സൗത്ത് കന്നഡയിലും അന്തമാനിലും മലേഷ്യയിലും ലക്ഷദ്വീപിലുമൊക്കെ കേരളത്തിൻ്റെ പുറത്ത് സമസ്തയുടെ പ്രവർത്തനങ്ങൾ നേരത്തെയുണ്ട്. പക്ഷേ ഹനഫി മദ്ഹബുകാരായ ആളുകൾക്ക്, ഉറുദു മാതൃഭാഷ സംസാരിക്കുന്ന ആളുകളിലേക്ക് ഈ കേരളത്തനിമ കൊണ്ടെത്തിക്കാൻ, പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ അത് ദാറുൽ ഹുദക്കാണ് സാധ്യമായത്. നമുക്ക് വളരെ നേരത്തെ ഉലമാവും ഉമറാവും സാദാത്തും ഒരുമിച്ച് നിന്നപ്പോൾ മദ്രസകളുണ്ടായി. കഴിഞ്ഞ മാസം ആസാമിൽ ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ ഒരു വലിയ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നും പ്രതിനിധികളുണ്ടായിരുന്നു. ജമിയത്തുൽ ഉലമാഇൻ്റെ അഖിലേന്ത്യാ നേതാവ് എല്ലാ സ്ഥലങ്ങളിലും പ്രാഥമിക മക്തബുകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ പ്രതിനിധി എണീറ്റ് എന്ന് പറഞ്ഞു, അത്രേ, ഞങ്ങൾക്ക് കേരളത്തിൽ മദ്രസ തുടങ്ങാൻ സ്ഥലമില്ല. അത്രയും മദ്രസകളുണ്ട്. 11,000 മദ്രസ സമസ്തയുടേതായപ്പോഴാണ് സമസ്തയേക്കാൾ പാരമ്പര്യമുള്ള ജമിയത്തുൽ ഉലമാ ഹിന്ദിന് വ്യാപകമായി മദ്രസകൾ തുടങ്ങണമെന്ന ആലോചനയുണ്ടായത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആന്ധ്രയിലും കർണാടകയിലും ഒക്കെയുള്ള പണ്ഡിതന്മാർ ചർച്ചയ്ക്ക് വിധേയമാക്കി. എന്തായിരുന്നു കാരണം? അവർക്ക് ആശങ്കയുണ്ട്, പുതിയ പോളിസി സ്കൂളുകളിൽ വന്നാൽ നമ്മുടെ കുട്ടികളുടെ ഈമാനെ ബാധിക്കും. കേരളത്തിലെ പണ്ഡിതന്മാർക്ക് അതിൽ ആശങ്കയില്ല. കാരണം കേരളത്തിലെ മുസ്ലിം മക്കളുടെ ഈമാനെ നിർണ്ണയിക്കുന്നത് സ്കൂളുകളല്ല, സമസ്തയുടെ മദ്രസകളാണ് എന്ന ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. ഈ ഇടത്തിലാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികൾ ഇടപെട്ടത്. അൽഹംദുലില്ലാ 2012 ആന്ധ്രയിൽ നിന്ന് തുടങ്ങി 2024 വലിയൊരു സംഖ്യ എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. 3000-ഓളം സ്ഥലങ്ങളിൽ മദ്രസകൾ ഉണ്ടാക്കി 1,33,000 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് വലിയ വ്യാപ്തി ഉണ്ടാകുമ്പോൾ ഇൻഷാ അല്ലാഹ് വലിയ റിസൾട്ട് ഉണ്ടാകും. 2009 ആന്ധ്രാപ്രദേശിലെ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വേണ്ടി കടന്നു വന്ന, പരീക്ഷ എഴുതാൻ വേണ്ടി വന്ന 63 കുട്ടികൾ, അവരോട് ഖുർആൻ കാണിച്ചു കൊടുത്തിട്ട് മോനെ ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ 5 കുട്ടികൾ മാത്രമാണ് ഇത് ഖുർആനാണ് എന്ന് പറഞ്ഞത്. ബാക്കി 58 കുട്ടികൾക്കും 12, 13, 11 വയസ്സുള്ള ആൺകുട്ടികൾക്ക് ഈ കാണുന്ന സാധനം ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ 2022-ലും 2023-ലും 2024-ലുമൊക്കെ കടന്നു വന്ന അതേ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയുന്നു, അറബി അക്ഷരങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു. ഇടയിൽ എന്താണ് സംഭവിച്ചത്? മക്തബ് ഒരു കൾച്ചറായി വന്നു. ഹാദിയയുടെ പ്രവർത്തകർ അതിന് മുന്നിട്ടിറങ്ങി. 500-ഓളം സ്ഥലങ്ങളിൽ ആന്ധ്രയിൽ മാത്രം മദ്രസകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രദേശങ്ങളിൽ അറബിയും ഉറുദുവും പഠിച്ച് ആദ്യമൊക്കെ ദാറുൽ ഹുദയുടെ സിലബസിലേക്ക് പ്രവേശിക്കാൻ 1 വർഷം കഴിയുമായിരുന്നു. അദബുൻ എന്ന് തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് അൽ ബുസ്താനു ജമീലുൻ എന്ന് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത്. പക്ഷേ 3 വർഷമായി പെരുന്നാൾ കഴിയുമ്പോഴേക്ക്, വലിയ പെരുന്നാൾ കഴിയുമ്പോഴേക്ക് നഹവും സറഫും ഖിറാഅത്തുർ റാഷിദയും ഹദീസും ഒക്കെ തുടങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് ആന്ധ്രയിലെ മക്കൾ തന്നെ മാറി. കാരണം എന്താണ്? ഹുദവിമാരുടെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടൽ.
ഈ കഴിഞ്ഞ റബീഉൽ ആഖിറിൽ ആന്ധ്രാപ്രദേശിലെ കർണാടകയിലെ കൊണ്ടനഹള്ളി എന്നൊരു ഗ്രാമത്തിലൊരു വീട്ടിൽ മുഹിദ്ദീൻ ഷേഖ് തങ്ങളുടെ ആണ്ടിനോടനുബന്ധിച്ച് അവർ പറയുന്ന ഗ്യാരവി ഷെരീഫ് എന്നൊരു പരിപാടി. അവിടെ ചെന്നു, കുറച്ച് ദിക്റുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം യാസീൻ ഓതുമ്പോൾ ഒരുപാട് പ്രായമുള്ള ആളുകളുണ്ട്, അവരൊക്കെ മിണ്ടാതിരിക്കുക. കുറച്ച് 14 വയസ്സുള്ള കുട്ടികൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, യാസീൻ ഓതുന്നു. അവർക്ക് എവിടുന്നാ യാസീന് കിട്ടിയത്? അവർ ഹാദിയയുടെ മോറൽ സ്കൂളിൽ നിന്ന്, ഹാദിയയുടെ മക്തബിൽ നിന്ന് അവർ യാസീൻ പഠിച്ചപ്പോൾ അവർക്കത് ഓതാൻ കഴിയുന്നുണ്ട്. വലിയ മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്ദനായ ഉസ്താദ് അവർകൾ വനിതാ വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. 2 മാസം മുമ്പ് ആസാമിലും ബംഗാളിലെ 24 പർഗാനാസിലുമൊക്കെ ഈ സംവിധാനങ്ങൾ കണ്ടു. ഒരു ഗ്രാമത്തിൽ 6 വീട്ടിൽ, ഒരേ ഒരു ഗ്രാമത്തിൽ 6 വീട്ടിൽ സ്ത്രീകൾ പഠിക്കാൻ വരികയാണ്. ദുഹുറസ്കാരം കഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ വീട് നിറഞ്ഞു നിൽക്കുക 60ഉം 70ഉം പെണ്ണുങ്ങൾ. അവരുടെ കയ്യിൽ ഹാദിയ കൊടുക്കുന്ന താലീമെ ബാലികാൻ എന്ന പുസ്തകത്തിൻ്റെ ബംഗാളി പരിഭാഷയുടെ പുസ്തകമുണ്ട്, പിന്നെയോ ഖുർആനുണ്ട്. ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പഠിപ്പിക്കുന്നത് അവിടെ തന്നെയുള്ള ആലിമീങ്ങൾക്ക് ഹാദിയ ട്രെയിനിങ് നൽകിയിരിക്കുകയാണ്. അത് ആസാമിലുണ്ട്. വീക്ക്ലി ക്ലാസുകൾ സ്ത്രീകൾക്ക് വേണ്ടി ആന്ധ്രാപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താ അവരുടെയൊക്കെ ശൂന്യത? ജനാപത്ത് കുളിയുടെ പ്രാധാന്യത്തെക്കുറിച്ചറിയാത്തവർ. വെള്ളിയാഴ്ച മാത്രമാണ് തല നനച്ചു കുളിക്കുന്നത് ആന്ധ്രയിലെ പെണ്ണുങ്ങൾ. അമ്പലത്തിൽ പോകുന്ന ആളുകൾ. ആന്ധ്രാപ്രദേശിലെ വെങ്കടഗിരി എന്നൊരു പ്രദേശത്ത് സ്ഥാപനത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പോയപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, അവിടെ ആളുകളൊക്കെ അമ്പലത്തിൽ പോകുന്ന ആളുകളാണ്, പർദ്ദയിട്ട് അമ്പലത്തിൽ പോകും. ഞങ്ങളവിടെ ചെന്നു, അന്വേഷിച്ചു. പണ്ഡിതന്മാർ പറഞ്ഞു സത്യമാണ്. അപ്പോൾ നിങ്ങളിതിനു വേണ്ടി പരിശ്രമിച്ചില്ലേ? അവർ പറഞ്ഞു, ഇപ്പോൾ പോകുന്നത് 70% കുറക്കാൻ ഞങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. തിരുപ്പതിയിൽ പോയാൽ അത് ആവശ്യങ്ങൾ നേടുവാനുള്ള ഒരു വഴിയാണ് എന്ന് മനസ്സിലാക്കുന്നു. ശ്രീകാലഹസ്തിയിലെ അമ്പലത്തിൽ പോയി പൂജ ചെയ്താൽ അത് ഭൗതികമായ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു വഴിയാണ് എന്ന് മനസ്സിലാക്കുന്ന മുസ്ലിം പേരുള്ള ആളുകൾ. വിജയവാഡയുടെ പരിസരത്ത് ആന്ധ്ര ക്യാമ്പസിലെ കുട്ടികൾ ദഅവത്തിന് വേണ്ടി പോകുമ്പോൾ കണ്ട പ്രയാസപ്പെട്ട കാഴ്ച. മുസ്ലിംകളുടെ വീട്ടിൽ കഅബയുടെ ചിത്രമുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ചിത്രമുണ്ട്. അവർ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഞായറാഴ്ച ചർച്ചിലും പോകുന്നുണ്ട്. ആ ഗ്രാമത്തിലെ മുസ്ലിങ്ങൾക്ക് രോഗമാകുമ്പോൾ ക്രിസ്ത്യൻ പാതിരിമാർ വന്ന് മന്ത്രിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്ന് പ്രവർത്തിക്കാനൊരുങ്ങിയപ്പോൾ നമ്മോട് സഹകരിക്കുന്ന ഹുസൈൻ അഹമ്മദ് മസാഹിരി എന്ന പേരുള്ളൊരു പണ്ഡിതൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, അസുഖം വരുമ്പോൾ മന്ത്രിച്ചു കൊടുക്കാനെങ്കിലും ഒരാളെ ഈ ഭാഗത്ത് നിങ്ങൾ നിയമിക്കണം. കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ സ്ഥാപനത്തിലേക്ക് നിങ്ങളൊരു ഹുദവിയെ തരണം, തെലുങ്ക് അറിയുന്നൊരു ഹുദവിയെ, നിങ്ങൾ പറയുന്ന ശമ്പളം കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആത്മവിശ്വാസമാണ്. എൻ്റെ കൈപിടിച്ച ഒരു കാര്യം അദ്ദേഹം പ്രത്യേകം പറഞ്ഞ് ഞാൻ ഓർത്തു പോവുകയാണ്. സുന്നി മഹല്ല് ഫെഡറേഷൻ ദേശീയ വ്യാപകമായി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 3 സ്ഥലങ്ങളിൽ സമ്മേളനങ്ങൾ നടത്തി. ആ സമ്മേളനം കഴിഞ്ഞ് ആ പ്രദേശത്തുള്ള പണ്ഡിതന്മാരെ മാത്രം ഇരുത്തിയിട്ട് അവരുടെ ഒരു സംഗമത്തിലേക്ക് അദ്ദേഹം എന്നെ കൊണ്ടുപോയി. നിങ്ങൾ കുറച്ചുനേരം ഇരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ യുവ പണ്ഡിതന്മാർക്ക് അവരുടെ കൈപിടിക്കാൻ ഇവിടെ ആരുമില്ല, അത് ഏറ്റെടുത്ത് നിങ്ങളാണ് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മഹത്വം പറയല്ല, ദാറുൽ ഹുദ നൽകിയ ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു 46 വയസ്സ് മാത്രമുള്ള ഒരാളുടെ, ഞാൻ എന്നെക്കുറിച്ച് ഒരു ഏകദേശ ഹുദവി എന്നാണ് പറയാറുള്ളത്. നമുക്ക് കിട്ടുന്ന, നമ്മൾ നൽകുന്ന ചെറിയ മോട്ടിവേഷൻ ആ പണ്ഡിതന്മാർക്ക് ഊർജമായി മാറുന്നു. ഇന്ന് അവർ പ്രവർത്തിക്കാൻ അവർക്ക് പ്രതീക്ഷകളുണ്ട്. അവരുടെ കൂട്ടത്തിലൊരാൾ അഹദ് എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ കേരളത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ സ്കൂളുകൾ കണ്ടു. മതപഠനം നൽകാൻ പറ്റുന്ന സ്കൂള്. അഹദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം എന്നെ പ്രത്യേകം വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു. വളരെ കുറഞ്ഞ കുട്ടികളിൽ തുടങ്ങിയ സ്കൂള് 2ാമത്തെ വർഷം 130ആയി. അടുത്ത വർഷം 300 കുട്ടികൾക്ക് പ്രവേശനം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാകും. ഈ മാറ്റം ബംഗാളിൽ കാണുന്നുണ്ട്, ബീഹാറിൽ കാണുന്നുണ്ട്, മറ്റു പ്രദേശങ്ങളിലൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായും ദാറുൽ ഹുദ അതിന് വഴി തുറന്നിരിക്കുകയാണ്. എന്താണ് ഈ 40 വർഷത്തെ ഈ മുന്നേറ്റത്തിൻ്റെ പിന്നിലുള്ള ശരിയായ കരുത്ത്?
വളരെ ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള വലിയൊരു സംഘമാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. നസീഹത്തുള്ള ആളുകൾ. വന്യരായ CH ഹൈദർ ഉസ്താദിനെ കുറിച്ച് എൻ്റെ വന്യപിതാവ് പറയാറുണ്ടായിരുന്നു, തഹജ്ജുദ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് ഉറങ്ങിയിരുന്നത്. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ദാഴിയായി ഉസ്താദിൻ്റെ കൂടെ എൻ്റെ വന്യപിതാവ് മർഹൂം ആനമങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഒരു പള്ളിയിൽ ചെന്നു. ഇശാസ്കാരം കഴിഞ്ഞിട്ട് വാപ്പ പറയാണ്, വൈകുന്നേരം ആയാൽ ഉസ്താദിന് അധിക ദിവസം നോമ്പായിരിക്കും, പൂള പിഴുങ്ങിയതുണ്ടോ എന്ന് നോക്കാൻ പറയും. എന്നിട്ട് മഗ്‌രിബ് കഴിഞ്ഞിട്ട് അത് കഴിച്ച് പിന്നെ വീട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെങ്കിൽ മറ്റൊന്നും കഴിക്കൂല. വീട്ടിലെത്താൻ കഴിയില്ലെങ്കിലോ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് പള്ളിയിൽ കിടക്കും. എന്നിട്ട് ഒരു ദിവസം കിടന്ന കഥ പറയാണ്. വാപ്പ പറഞ്ഞു, ഞാനങ്ങനെ പള്ളിയിൽ കിടന്നു. ഉസ്താദ് കുറേ നേരം നിസ്കരിച്ചു, പിന്നെ കുറേ നേരം ഖുർആൻ ഓതി. അപ്പോഴും എനിക്ക് ഉറക്കം വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദ് വന്ന് കിടന്നു. അപ്പോഴും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉസ്താദ് കുറച്ചു നേരം ഒന്ന് ഉറങ്ങി. എന്നിട്ട് എണീറ്റ് ഉസ്താദ് എന്നോട് ചോദിച്ചു, ആനമങ്ങാടെ, ഞാൻ കൂർക്കം വലിക്കുന്നത് നിങ്ങൾ കേട്ടോ? കൂർക്കം വലിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം തുടങ്ങാനായി, തഹജ്ജുദ് നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വാപ്പ പറയാണ്, തഹജ്ജുദ് കിട്ടാൻ വേണ്ടിയിട്ടാണ് CH ഉസ്താദ് ഉറങ്ങിയിരുന്നത് എന്ന്. ഇങ്ങനെ അള്ളാഹുവിലേക്ക് ചേർന്ന് നിന്ന വ്യക്തികളാണ് ദാറുൽ ഹുദായുടെ ശില്പികൾ. വന്ദരായ ബാപ്പുട്ടി ഹാജിയുടെ അതിസൂക്ഷ്മത, അദ്ദേഹത്തിൻ്റെ ജാഗ്രത. ദാറുൽ ഹുദായിലെ രക്ഷാകർതൃ മീറ്റിങ്ങിൽ പണപ്പിരിവ് നടത്തിയിരിക്കുകയാണ്. രക്ഷാകർതൃ മീറ്റിങ്ങിൽ എൻ്റെ പ്രതിനിധിയായി വന്ന, എനിക്ക് വേണ്ടി വന്ന എൻ്റെ സഹോദരൻ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി വൈസി ഒരു 100 രൂപ നീട്ടിയിട്ട് ഹൈദർ ഉസ്താദിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, ഉസ്താദിന് ചില്ലറ തരണം എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞത് ദാറുൽ ഹുദൻ്റെ പൈസയാണ്, ഇതൊന്ന് ചില്ലറ കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് സെയ്ദലവി ഹാജിയാണ് ആ കാശിന് ചില്ലറ കൊടുത്തത്. ദാറുൽ ഹുദായുടെ പണം ഒരർത്ഥത്തിലും മറ്റൊരു രീതിയിലേക്ക് ചെലവഴിക്കരുത് എന്ന് നിർബന്ധമുള്ളവരാണ് ദാറുൽ ഹുദായുടെ ശില്പികൾ. അതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശാലമായ പ്രബോധനത്തിൻ്റെ വഴി അത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും തുറന്നു വെച്ചിരിക്കുകയാണ്. ഇന്ന് അൽഹംദുലില്ലാ ഇവിടുത്തെ റീഡ് അൽ ഹിദായ ഇസ്ലാമിക് സെൻറ്റർ സന്ദർശിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സ്വാലിഹ് ഹുദവി നേതൃത്വം നൽകുന്നു. ഇവിടുത്തെ ഹുദവിമാരുടെ വലിയൊരു പരിശ്രമത്തിൻ്റെ ഫലമായി 500 കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 21 രാഷ്ട്രങ്ങളിൽ നിന്ന്. ലാഹോറിൽ നിന്നുള്ളൊരു കുട്ടിയെ കണ്ടു, സുഡാനിൽ നിന്നുള്ള കുട്ടിയെ കണ്ടു, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ. ലോകത്തിൻ്റെ ഒരു ചെറിയ ഒരു മിനിയേച്ചർ രൂപമാണ് ദുബൈ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ, അവർക്ക് പഠിക്കുവാനുള്ള സംവിധാനം. കേരളത്തിൽ പാണക്കാട് പോകുമ്പോൾ അവിടെ ഹാദിയയുടെ സെൻ്റർ ഉണ്ട്. ആ സെൻ്ററിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന, ഉസ്താദുമാർക്കിരിക്കാനുള്ള ചെറിയ ക്ലാസ് റൂമുകളാണ്. വിദ്യാർത്ഥികളോ അവരുടെ വീടുകളിൽ അവരുടെ സംവിധാനങ്ങളിൽ ഇരിക്കുന്നു. ഓൺലൈനായി 100 കണക്കിന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ദാറുൽ ഹുദായിൽ പോകുമ്പോൾ ദാറുൽ ഹുദായുടെ പരിസരത്ത് ബുക്ക് പ്ലസ് എന്ന പ്രസിദ്ധീകരണാലയം കാണാൻ കഴിയും. സമസ്തക്ക് 100 പിന്നിടുമ്പോഴും വലിയൊരു ശൂന്യത നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് വായിക്കാൻ കൊടുക്കാൻ നല്ല പുസ്തകങ്ങളില്ല എന്ന ശൂന്യത. ആ ശൂന്യതക്കുള്ള പരിഹാരമാണ് ദാറുൽ ഹുദായുടെ സന്തതികൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഒരുപാട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിഭാഷ ചെയ്തു വന്നു. മൗലികമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ വന്നു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അക്കാദമിക രംഗത്തുള്ള ആളുകൾക്കൊക്കെ വ്യത്യസ്തമായ രീതിയിൽ വായിക്കുവാനും പഠിക്കുവാനും പറ്റുന്ന പുസ്തകാലയം വന്നിരിക്കുന്നു. തെളിച്ചം മാസിക വന്നപ്പോൾ ഇസ്ലാമിക കേരളത്തിൻ്റെ പ്രസിദ്ധീകരണ ലോകത്ത് അതിൻ്റെ മുഖച്ഛായ മാറി, സ്വഭാവം മാറി. നല്ല ഭാഷയിൽ എഴുതുകയും ആധുനിക സമൂഹത്തോട് സംവദിക്കുകയും ചെയ്യുന്ന സംവിധാനം വന്നു. ആർക്കാണ് ഇതിൻ്റെ നേട്ടമുണ്ടായത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ പ്രതിനിധീകരിക്കുന്ന സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമക്ക്. 40 വർഷം മുമ്പ് നമ്മുടെ മുന്നിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ആ ഭീഷണി ഇന്ന് ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൂടിയപ്പോൾ മതം പഠിക്കാൻ ആളുകളില്ലാത്ത രീതിയിലേക്ക് ആന്ധ്രാപ്രദേശും കർണാടകയും മാറിയിട്ടുണ്ട്. ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ വരുന്ന പണ്ഡിതന്മാർ ആന്ധ്രയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിസ്കരിക്കുന്നു. വിജയവാഡയിലെ, കൃഷ്ണ ജില്ലയിൽ, ഏലൂർ ജില്ലയിലൊക്കെ യാത്ര ചെയ്തപ്പോൾ മലപ്പുറം ജില്ലയിലൂടെ നടക്കുമ്പോൾ സലഫി മസ്ജിദ് കാണുന്ന രീതിയിൽ കാദിയാനികളുടെ പള്ളികൾ കാണാൻ കഴിഞ്ഞു. അവിടെയൊക്കെ സുന്നികളുടെ പള്ളിയുണ്ട്, ഹനഫി പള്ളികളുണ്ട്. ആ പള്ളികളിലെ ഇമാമുമാർ ബീഹാറിൽ നിന്നുള്ള ആളുകളാണ്. അവരുടെ പിന്നിൽ നിസ്കരിക്കുന്നവരോ
തെലുഗു മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന മുസ്ലിങ്ങൾ ഇവിടെ ഇടപെടാൻ അവർക്ക് സാധ്യമാകുന്നില്ല. അവിടെ ദാറുൽ ഹുദയുടെ സന്തതികൾ തീർച്ചയായും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വ്യത്യസ്തമായ ഭാഷകളിൽ എഴുതാനും പ്രസംഗിക്കുവാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും കഴിയുന്ന സംവിധാനങ്ങളാണ് ദാറുൽ ഹുദ നമ്മുടെ മുന്നിൽ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. DC ബുക്സ് ഒരു ഹുദവിയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അന്താരാഷ്ട്ര അവാർഡ് പ്രിയപ്പെട്ട മഹമ്മൂദ് ഹുദവിക്ക് ലഭ്യമായി. വളരെ അഭിമാനത്തോടുകൂടി മുസ്ലിം കേരളം മാത്രമല്ല, മലയാളികൾ അത് ആഘോഷിച്ചു. മലയാളികൾ മാത്രമാണോ? തെലുഗു ഭാഷയിലെ മനോരമയായ ഈ നാടു 5-6 കോളം വാർത്തയായി അത് കൊടുത്തപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായ പുങ്കനൂർ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹുദവിമാരോട് ഞാൻ ചോദിച്ചു, ആ 6 ആളുകളിൽ ആരെങ്കിലും ആന്ധ്രക്കാരുണ്ടായത് കൊണ്ടാണോ ആ വാർത്ത വന്നത്? അവർ പറഞ്ഞു, അല്ല, അത് ദേശീയ തലത്തിലുള്ള വലിയൊരു വാർത്തയായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനും ഒരു ഹുദവി സന്തതിക്ക് അവസരമുണ്ടായി. ലോകം ശ്രദ്ധിക്കുന്ന മുസ്ലിം വ്യക്തിത്വങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരുപാട് പോരാളികളുടെ കഥ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ വളരെ കുറച്ചേ നമുക്ക് കാണാൻ കഴിയും. നല്ല കലാകാരന്മാരായ ആളുകൾ, ശാസ്ത്രരംഗത്തുള്ള ആളുകൾ. പക്ഷേ ഇൻഷാ അല്ലാ ദാറുൽ ഹുദയുടെ മൂവ്മെൻറ്റ് ശക്തമാകുമ്പോൾ, അത് ആന്ധ്രയിലും കർണാടകയിലും ബീഹാറിലും ബംഗാളിലുമൊക്കെ അതിശക്തമായി വരുമ്പോൾ ഇൻഷാ അല്ലാ ശാസ്ത്രബോധമുള്ള ആളുകൾ, മതത്തെയും ശാസ്ത്രത്തെയും ചേർത്ത് നിർത്തുന്ന ആളുകൾ ഇൻഷാ അല്ലാ ഇന്ത്യയിൽ ഒരുപാട് വരും. അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് ഈ സംവിധാനം നിലനിർത്താൻ കഴിയണം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 40 വർഷം മുമ്പ് ഇവിടെ ബാപ്പുട്ടി ഹജ് വന്നിട്ടുണ്ട്, ഐദ്രോസ് ഉസ്താദ് വന്നിട്ടുണ്ട്. അൽ ഐനിൽ നിന്നൊരു സഹോദരനോട് പറഞ്ഞു, ഐദ്രോസ് ഉസ്താദ് ഒരിക്കൽ പിരിക്കാൻ വേണ്ടി വന്നപ്പോൾ പീടികയുടെ മുന്നിൽ കുറച്ച് ആളുകൾ നിൽക്കാൻ, അവരോട് ഉസ്താദ് സംസാരിച്ചു. ഉസ്താദിന് ഔപചാരികതകളൊന്നുമില്ല, സ്റ്റേജ് വേണ്ട, സ്വാഗതം പറയാൻ ആൾ വേണ്ട, ഉദ്ഘാടനത്തിന് ഒരു പ്രത്യേകമായ വ്യക്തിത്വമൊന്നും ആവശ്യമില്ല. ആ കൂടിയിരിക്കുന്ന ആളുകളോട് സംസാരിച്ചിട്ട് ഉസ്താദ് അന്ന് 40,000 രൂപ ഉണ്ടാക്കി. ചന്ദ്രികയുടെ പത്രാധിപരായിരുന്ന KP കുഞ്ഞുമൂസ ഒരിക്കൽ എന്നെ ഹുദവിയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അബുദാബിയിൽ പോയപ്പോൾ, UAE പോയപ്പോൾ തണുപ്പത്ത് ബാപ്പുട്ടി ഹാജി നിൽക്കുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അദ്ദേഹത്തിനൊരു കോട്ട് വാങ്ങിക്കൊടുത്തുകൂടായിരുന്നോ? അവരെന്നോട് പറഞ്ഞത് അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല എന്നാണ്. മക്കയിലും ജിദ്ദയിലുമൊക്കെയുള്ള ഉൾപ്രദേശങ്ങളിലേക്ക് സാധാരണ ബസ്സിൽ യാത്ര ചെയ്ത് ബാപ്പുട്ടി ഹാജി എന്ന ഒറ്റയാൻ ദാറുൽ ഹുദക്ക് വേണ്ടി പിരിവ് നടത്തി. ഇന്ന് കേരളത്തിൻ്റെ പുറത്ത് പ്രവർത്തിക്കുമ്പോൾ, നൈജീരിയയിൽ പ്രവർത്തിക്കുമ്പോൾ, ലണ്ടനിൽ പ്രവർത്തിക്കുമ്പോൾ, മറ്റു പ്രദേശങ്ങളിലേക്ക് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഭൗതികമായ ലക്ഷ്യം ബാക്കിയുണ്ടെങ്കിൽ അതൊന്നേയുള്ളൂ, ഐദ്രോസ് ഉസ്താദും ബാപ്പുട്ടി ഹാജും ഈ ഉമ്മത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, അത് സത്യമാകണം എന്ന് മാത്രം. അവർ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞത്, അവർ അതിസൂക്ഷ്മതയുടെ ആളുകളായിരുന്നു. അവർ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാവണം എന്നൊരു ലക്ഷ്യമല്ലാതെ ഈ പരിശ്രമങ്ങളുടെ പിന്നിലില്ല. അത് നിങ്ങൾ തിരിച്ചറിയണം. അന്ന് ബാപ്പുട്ടി ഹാജിയുടെ കയ്യിൽ പണം കൊടുത്തവരുടെ പിൻഗാമികളാണ് ഈ സദസ്സിലിരിക്കുന്നത്. നിങ്ങൾ ഇതിനെ ചേർത്ത് നിർത്തണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് 2.5 കോടി രൂപ ഒരു മാസം ചെലവ് വരുന്നു എന്ന് പറഞ്ഞു. അതിൽ നല്ലൊരു വിഭാഗം കുട്ടികൾ കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകളാണ്. ആസാമിലുള്ള 300ഓളം കുട്ടികൾ, ബംഗാളിലുള്ള 400ഓളം കുട്ടികൾ, ആന്ധ്രയിലുള്ള 160ഓളം കുട്ടികൾ, ഹാങ്കലിലുള്ള 200ഓളം കുട്ടികൾ, മഹാരാഷ്ട്രയിലെ 150ഓളം കുട്ടികൾ, ഉറുദു സംസാരിക്കുന്ന ആളുകൾ. അവർക്ക് ദാറുൽ ഹുദ എന്ന ഓപ്ഷൻ ഇല്ലെങ്കിൽ അവർക്കുള്ളത് വർക്ക്ഷോപ്പുകളാണ്. മുസ്ലിം ഉമ്മത്തിനെ കേരളത്തിൻ്റെ പുറത്തുള്ള രാഷ്ട്രീയക്കാർ അവരുടെ വോട്ട് ബാങ്കായി ഉപയോഗപ്പെടുത്തുന്നു. ക്രിസ്ത്യാനികളായ ആളുകൾ മുസ്ലിം പണക്കാരായ ആളുകളെ അവരുടെ സ്കൂൾ നടത്തുവാൻ ലാഭകരമായി നടത്തുവാനുള്ള സോഴ്സായി കാണുന്നു. പൊതുജനങ്ങളോ അവരുടെ വാഹനങ്ങൾക്ക് കാറ്റടിച്ചു കൊടുക്കുവാനുള്ള, അവരുടെ ടയറിന് പഞ്ചറടക്കാനുള്ള കുട്ടികളായിട്ട് കാണുന്നു. ഈ ഒരവസ്ഥയിൽ നിന്ന് 13 വയസ്സും 14 വയസ്സുമുള്ള കുട്ടികൾ, തൊഴിലിടങ്ങളിൽ പണിയെടുക്കേണ്ടി വരുന്ന കുട്ടികളെയാണ് ദാറുൽ ഹുദ വളർത്തിയെടുത്ത് അവരെ ഡിഗ്രിയുള്ള ആളുകളാക്കി മാറ്റുന്നു, അവരെ ബഹുഭാഷാ പണ്ഡിതന്മാരാക്കി മാറ്റുന്നു,
അവർ ദീന് സമൂഹത്തിന് നൽകുന്ന ഉമ്മത്തിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള മീഡിയേറ്റർമാരായ ആലിമീങ്ങളാക്കി മാറ്റുന്നു. ആന്ധ്രാപ്രദേശിലെ 1ാം ബാച്ചിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ഇമ്രാൻ ഹുദവിയുണ്ട്. അവനോട് ഞാൻ ചോദിച്ചു, ഇമ്രാൻ, നീ ഒരു ഹുദവിയായിട്ടില്ലെങ്കിൽ എന്താകും? അവൻ പറഞ്ഞു, എൻ്റെ ഉപ്പാക്ക് മദനപ്പള്ളിയിലെ ഗുജിരി ഷോപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കച്ചവടമാക്കുന്ന ഷോപ്പ്. ഞാനിപ്പോൾ അതിൻ്റെ മാനേജറായിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, ഉസ്താദേ, എൻ്റെ കൂടെ 5ാം ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളിൽ ഞാനും വേറൊരു കുട്ടിയും മാത്രമാണ് 10ാം ക്ലാസ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ആ വേറൊരു കുട്ടി ഒരു അമുസ്ലിം കുട്ടിയാണ് എന്ന് പറഞ്ഞു. ഈ വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ നിന്നാണ് അഭിമാനബോധമുള്ള കുട്ടികൾ ബംഗാളിലും ആസാമിലും വരുന്നത്. അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ മത്സര പരീക്ഷകളിൽ പ്രബന്ധ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥി ബംഗാൾ ക്യാമ്പസിൽ നിന്നുണ്ടായിട്ടുണ്ട്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പരീക്ഷയിൽ പറപ്പൂരിലും ബംഗാളിലും പറപ്പൂരിലും താനൂരിലും തളങ്കരയിലും ചട്ടഞ്ചാലിലും ദാറുൽ ഹുദയിലുമൊക്കെ ക്യാമ്പസിലുള്ള മലയാളി വിദ്യാർത്ഥികളോട് മത്സരിച്ച് 3ാം റാങ്ക് നേടിയ വിദ്യാർത്ഥി പുങ്കനൂരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അവർക്ക് ബുദ്ധിക്ക് കുറവൊന്നുമില്ല, നല്ല കഴിവുണ്ട്, അവർക്ക് അവസരങ്ങൾ ഉണ്ടായില്ല. അവരുടെ സമൂഹം ഉണ്ടാക്കി വെച്ച വിലങ്ങുകൾക്കിടയിൽ ജീവിതം തുലക്കുമായിരുന്ന ഒരു സമൂഹത്തെ ബാപ്പുട്ടി ഹാജി ഏറ്റെടുക്കുകയാണ്, ഷാഫി ഹാജി ഏറ്റെടുക്കുകയാണ്, വന്ദരായ ഉസ്താദ് ഏറ്റെടുക്കുകയാണ്. അവർക്ക് അഭിമാനമുള്ള ജീവിതം നൽകുകയാണ്. നാളത്തെ ഉമ്മത്ത് അടുത്ത 25 വർഷത്തിന് ശേഷം എങ്ങനെയാവണം എന്ന് ചിന്തിക്കുന്ന നേതൃത്വം ഉണ്ടാവുകയാണ്. 2004 എൻ്റെ സഹപ്രവർത്തകനായ അബൂബക്കർ ഹുദവി ഉസ്താദിൻ്റെ കൂടെ ബാപ്പുട്ടി ഹാജിയെ കണ്ടൊരു രംഗം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആരോഗ്യത്തിൻ്റെ അവസാന കാലം 1 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചത് മുഴുവനും കേരളത്തിൻ്റെ പുറത്തുള്ള മുസ്ലിങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ചാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമസ്തയുടെ മദ്രസകൾ കേരളത്തിൻ്റെ പുറത്തുണ്ടാക്കാൻ ഹുദവിമാരെ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ സമസ്തയുടെ നേതാക്കളോട് പറഞ്ഞു. അദ്ദേഹം വികാരപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: നമുക്കൊക്കെ പാണക്കാട്ട കുട്ടികളുള്ളത് കൊണ്ട് സുഖമാണെന്ന് കരുതാം, അവർക്കാരാ ഉള്ളത്? സമസ്തയുടെ മദ്രസകളും പാണക്കാടിന് സമാനമായ നേതൃത്വവും കേരളത്തിൻ്റെ പുറത്തുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ദൗത്യം ദാറുൽ ഹുദ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പം മദ്രസകൾ ഒരു കൾച്ചറായി മാറി. ഇനി മഹല്ല് സംവിധാനങ്ങൾ ഒരു കൾച്ചറായി മാറും. നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആസാമിൽ ഓക്സ്ഫോർഡ് ഇൻ്റർനാഷണൽ സ്കൂൾ ഹാദിയ തുടങ്ങിക്കഴിഞ്ഞു. ആന്ധ്രാപ്രദേശിലെ പുങ്കനൂരിലും പിടിഗുറാലയിലും ലിറ്റിൽ വേർഡ്സ് എന്ന പേരിൽ പ്രൈമറി സ്കൂളുകൾ ഹാദിയ തുടങ്ങിക്കഴിഞ്ഞു. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഹാദിയ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റു സാമൂഹിക സംവിധാനങ്ങളിലൊക്കെ ദാറുൽ ഹുദയുടെ മക്കൾ ഇൻഷാ അല്ലാഹ് ഇടപെടും. അതിനൊക്കെ റിസൾട്ടുകൾ ഉണ്ടാകും. അവരുടെ കൈപിടിക്കാൻ കേരളത്തിൻ്റെ പുറത്തുള്ള മുസ്ലിം സമൂഹം തീർച്ചയായിട്ടും തയ്യാറാകും. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലൂടെ, മുസ്ലിം ലീഗിലൂടെ, പാണക്കാട് സയ്യിദുമാരിലൂടെ, ഉലമാ ഉമറ കൂട്ടായ്മയിലൂടെ ലഭ്യമായത് ഇൻഷാ അല്ലാഹ് പുറത്ത് ലഭ്യമാകും. കഴിഞ്ഞ വർഷം മഹാരാഷ്ട്ര ക്യാമ്പസിൽ മുസാബക്ക എന്ന മത്സരം നടന്നു. ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ കേരളത്തിൽ നടക്കുന്ന മത്സരത്തിന് ഒരു ദേശീയ മുഖമുണ്ടായത് ദാറുൽ ഹുദയിലൂടെയാണ്. അതിൻ്റെ തൊട്ടു മുമ്പത്തെ വർഷം SKSSFൻ്റെ ദേശീയ സർഗലയം ആസാം ക്യാമ്പസിൽ നടന്നു. കഴിഞ്ഞ 2 മാസം മുമ്പാണ് കൽക്കത്തയിൽ SKSSFൻ്റെ ദേശീയ കോൺഫറൻസ് ഉണ്ടായത്. അതിൽ പങ്കെടുത്ത ആളുകൾ ആരാ? ഹാദിയയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംവിധാനം കേരളത്തിലുണ്ടാക്കിയതിൻ്റെ പകർപ്പ് കേരളത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. അതിൽ പ്രതിനിധീകരിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെയാണ്. അത് പാണക്കാട് നേതൃത്വത്തെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വലിയ പ്രതീക്ഷ മുസ്ലിം ഉമ്മത്തിന് നൽകാൻ തീർച്ചയായിട്ടും സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധ്യമാക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനി നമുക്ക് ആഫ്രിക്കയിലേക്ക് ഒരുപാട് പോവാനുണ്ട്. മുഹിദ്ദീൻ ഷേഖ് തങ്ങളുടെ മുരീദന്മാരിലൂടെ ഇസ്ലാം എത്തിയ നാടുകൾ. ഇന്ന് ഒരുപാട് പണക്കാരുടെ ദുശാഠ്യത്തിൻ്റെ മുന്നിൽ കീഴടങ്ങി ജീവിക്കുന്ന വലിയൊരു മുസ്ലിം സമൂഹം, ദാരിദ്ര്യം തീർക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുന്നവർ, അവരുടെ ഇടയിലേക്ക് ഇൻഷാ അല്ലാഹ് ദാറുൽ ഹുദ കടന്നു ചെല്ലും. പ്രിയപ്പെട്ട സയ്യിദ് ഹുദവിയുടെ നേതൃത്വത്തിൽ വലിയ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടാവണം. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി 2.5 കോടി ഒരു മാസം ചെലവഴിക്കുന്നത് ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അത് നിങ്ങൾക്കൊരിക്കലും നഷ്ടമാവുകയില്ല. നിങ്ങൾക്കൊക്കെ ഒരു കവറ് കിട്ടിയിട്ടുണ്ട്. വലിയൊരു തുക
നിങ്ങൾ രേഖപ്പെടുത്തുക. രണ്ട് ഒരു ഹുദവിയുടെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ ഒരടുക്കളയും ഒരു റൂമുമാണ്. പകൽ സമയത്ത് അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ റൂമിലേക്ക് വെച്ച് അടുക്കള സജീവമാകും. രാത്രി സമയത്ത് ആ സാധനങ്ങളൊക്കെ അടുക്കളയിലേക്ക് വെച്ച് റൂം സജീവമാകും. അവിടെ കിടക്കുന്നത് അവൻ്റെ ഉമ്മ, അവൻ്റെ പെങ്ങന്മാർ, എല്ലാവർക്കും താമസിക്കാനുള്ളത് ഒറ്റ റൂമാണ്. അതാണെങ്കിലോ ചോറുന്നൊലിക്കുന്നുമുണ്ട്. ഇതുപോലെയാണ് ഒരുപാട് വീടുകൾ. വാടക വീട്ടിൽ താമസിക്കുന്ന ഒരുപാട് മക്കൾ, ഇസ്സത്തോടെ ജീവിക്കാൻ കഴിയാത്തവർ. ആ മക്കൾക്കാണ് അഭിമാനമുള്ള ജീവിതങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് വലിയ തുക നൽകി നിങ്ങൾ പിന്തുണക്കണം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം ഇതിലേക്ക് നീക്കി വെക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനവസരം തന്ന പ്രിയപ്പെട്ട ഹുദവി സുഹൃത്തുക്കൾക്ക്, വിശേഷിച്ചും പ്രിയ സുഹൃത്ത് റഫീഖ് കാട്ടുമുണ്ടക്ക് നന്ദി രേഖപ്പെടുത്തി ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സദസ്സിന് സമാപന സന്ദേശ ഭാഷണം നൽകിക്കൊണ്ട് സിംസാൽ ഹഖ് ഉസ്താദ് സംസാരിക്കുന്നു. ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.